നാൾക്ക് നാൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. തിരഞ്ഞെടുപ്പിന് ഇനി അധികം നാളില്ല. സർവേകളിൽ മുന്നിൽ കമലാ ഹാരിസ് ആണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ട്രംപിനെ അട്ടിമറിച്ച് കമല വിജയക്കൊടി പാറിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കമലയ്ക്ക് തിരഞ്ഞെടുപ്പിൽ സഹായകമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇനി അധിക നാളില്ല. പ്രധാന മത്സരാർത്ഥികളായ ഡൊണാൾഡ് ട്രംപും കമലാ ഹാരിസും ശക്തമായ പ്രചാരണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ നടന്ന സംവാദ പരിപാടിയിൽ പക്ഷേ കൃത്യമായ മുൻതൂക്കം നേടാൻ കമലയ്ക്ക് കഴിഞ്ഞുവെന്നാണ് ലഭ്യമായ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ആദ്യ സർവേകളിൽ തന്നെ കമലാ ഹാരിസിന്റെ മുന്നേറ്റം പ്രകടമായിരുന്നു. സംവാദം നടന്ന ആദ്യ ആഴ്ചയിൽ എടുത്ത സർവേ ഫലങ്ങളിൽ കമല കൃത്യമായ മുന്നേറ്റം പ്രകടമാക്കി എന്നതും വാസ്തവമാണ്. ഇക്കാര്യം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ സംവാദത്തിന്റെ പൂർണ്ണ തോതിലുള്ള വിശദീകരണം വോട്ടർമാരിൽ നിന്ന് പുറത്തു വരാൻ ഒരാഴ്ച കൂടി കാത്തിരിക്കണമെന്നാണ് വിദഗ്ധരുടെ നിലപാട്. എന്നാൽ ഇവിടെ സംവാദശേഷമുണ്ടായ മറ്റൊരു സവിശേഷ സാഹചര്യമാണ് കമലാ ഹാരിസ് ക്യാമ്പിനെ ആശങ്കയിലാഴ്ത്തുന്നത്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ രണ്ടാമത്തെ വധശ്രമം തന്നെയാണ് ഈ വിഷയം. ഇത് ഒരിക്കൽ കൂടി ട്രംപിന് അനുകൂലമായ സഹതാപ തരംഗത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. കാരണം ആദ്യത്തെ തവണ ട്രംപ് മത്സര രംഗത്തേക്ക് എത്തുന്നു, ട്രംപിന് നേരെ എതിരായിട്ട് കമലാ ഹാരിസ് വരുന്നു. ആ സാഹചര്യത്തിൽ ട്രംപിന് നേരെ ഒരു വെടിവെപ്പുണ്ടാകുന്നു. തലനാരിഴയ്ക്ക് ആ ഒരു വെടിവെപ്പിൽ നിന്ന് ട്രംപ് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ചെവിയിൽ ഒരു മുറിവുണ്ടാകുന്നു. അതിനുശേഷം ഒരു സഹതാപ തരംഗത്തിൽ ട്രംപിന് വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. വീണ്ടും അത്തരത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോൾ ട്രംപിന് ഈ ഒരു സഹതാപ തരംഗം കൂടി മുന്നേറാനുള്ള ഒരു അവസരം ഒരുക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്തവണത്തെ ഈ ഒരു വെടിവയ്പ്പിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ട്രംപ് തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സഹതാപ തരംഗം തനിക്ക് കിട്ടാൻ വേണ്ടി, അതായത് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ട്രംപ് തന്നെ അണിയിച്ചൊരുക്കിയ ഒരു നാടകമാണ് ഇതെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട സർവേ പ്രകാരം നിലവിൽ രാജ്യത്ത് ആകമാനമായി 3% പോയിന്റിന്റെ പിൻബലത്തിൽ ഡൊണാൾഡ് ട്രംപിനേക്കാൾ മുന്നിലാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസ്. മിഷിഗൻ, പെൻസിൽവാനിയ, ജോർജിയ, നോർത്ത് കരോലിന, അരിസോണ എന്നീ 5 സുപ്രധാന സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് ശരാശരിയിൽ കമലാ ഹാരിസ് നേരിയ മുൻതൂക്കം പ്രകടമാക്കുന്നുണ്ട്. സംവാദത്തിൽ താനാണ് ജയിച്ചതെന്ന് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് ശരിക്കും ഗുണമായത് കമലാ ഹാരിസിന് തന്നെയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ അവരുടെ ലീഡ് നില 1 പോയിന്റോളം ഉയർന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പേരും ഓൺലൈനിലൂടെ സംവാദ വിവരങ്ങൾ കൃത്യമായി അറിയുന്നുണ്ടെന്നതിനാൽ തന്നെ ഇക്കാര്യത്തിൽ മറ്റൊരു ചർച്ചയ്ക്ക് വകയില്ല. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമാകുന്ന വോട്ടർമാരുടെ പിന്തുണ നേടിയെടുക്കാൻ ഇതിലൂടെ കമലയ്ക്ക് സാധിച്ചു എന്നതാണ് ഈ ഒരു മുന്നേറ്റം തെളിയിക്കുന്നത്. എങ്കിലും വരുന്ന ഒരാഴ്ച ഇതേ നില തുടരുകയാണെങ്കിൽ മാത്രമേ കമലയ്ക്ക് മുൻതൂക്കമുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുകയുള്ളൂ. അതും ഒരു സവിശേഷമായ കാര്യമാണ്. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംവാദത്തിന് ശേഷം ചില അപ്രതീക്ഷിത സംഭവവികാസങ്ങളും ഉണ്ടായി എന്നത് ലീഡ് നിലയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ട്രംപിനെതിരായ വധശ്രമം വലിയ രീതിയിൽ വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മുൻ പ്രസിഡന്റ് അത് തിരഞ്ഞെടുപ്പിന് ഗുണം ചെയ്യുമെന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ ഗുണമായി മാറ്റുമെന്നും ഉറപ്പാണ്. എങ്കിലും ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണ കിട്ടണമെങ്കിൽ അടുത്ത ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും. സെപ്റ്റംബർ 11 നടത്തിയ മോർണിംഗ് കൺസൾട്ടന്റ് പോളിൽ ഹാരിസിന് 50%, ട്രംപിന് 45%മാണ് പിന്തുണ ലഭിച്ചത്. അതേസമയം സെപ്റ്റംബർ 12 അവസാനിച്ച റോയിട്ടേഴ്സ് ഇപ്സോസ് സർവേയിൽ ഹാരിസിന് 47%, ട്രംപിന് 42%മാണ് പിന്തുണ കണ്ടെത്തിയത്. ഈ സർവേയും ഹാരിസിന് 5% ലീഡാണ് കാണിക്കുന്നത്. സംവാദത്തിലെ പ്രകടനം പ്രശംസ നേടിയതിന് പിന്നാലെയാണ് ഹാരിസ് ലീഡ് നിലയിൽ മുന്നേറ്റം നടത്തിയത്. സെപ്റ്റംബർ 3-നും 5-നും ഇടയിൽ APR, PBS, മാരിസ് സർവേയിൽ ഹാരിസിന് 49%, ട്രംപിന് 48%മായിരുന്നു പിന്തുണ. 2016 ട്രംപ് 10 പോയിന്റുകൾക്ക് വിജയിച്ച സംസ്ഥാനമാണ് അയോവ. 2020 8 പോയിന്റുകൾ കൂടുതൽ നേടി ട്രംപ് മുന്നിട്ട് നിൽക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ജൂണിൽ ട്രംപ് പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ 18 പോയിന്റുകൾക്ക് മുന്നിലുമായിരുന്നു. അതേസമയം ഹാരിസ് വെറും 4 പോയിന്റുകൾക്ക് മാത്രം പിന്നിലാണെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. ഡിമോയിൽ രജിസ്റ്റർ ചെയ്ത അയോവ മീഡിയകോം റിപ്പോർട്ട് ചെയ്തത് ഹാരിസിന് 43%, ട്രംപിന് 47%മാണ് പിന്തുണയെന്നാണ്. അലാസ്കയിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ ഇടയിൽ നടത്തിയ സർവേയിൽ ഹാരിസിന് 42%, ട്രംപിന് 47%മാണ് പിന്തുണ. ടെക്സസിൽ ജൂൺ ജൂലൈ സർവേയിൽ ട്രംപ് ബൈഡനേക്കാൾ 911 പോയിന്റുകൾക്ക് മുന്നിലായിരുന്നു. അതിനുശേഷം പ്രധാന സർവേകൾ നടത്തിയിട്ടുമില്ല. നെഡ് സിൽവറിന്റെ പോളിംഗ് ആവറേജിൽ ദേശീയ തലത്തിൽ ഹാരിസിന് 48.3%, ട്രംപിന് 46.2%മാണ് പിന്തുണ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും അമേരിക്കൻ മണ്ണിൽ വിജയക്കൊടി ആരാണ് പാറിക്കുന്നതെന്ന് കാണാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ലീഡ് നിലകൾ മാറി മറിയുമ്പോൾ ഈ അമേരിക്കയിലെ ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമാണെന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്.
മുൻപ് ട്രംപിനുണ്ടായിരുന്ന ആ ഒരു ജനപിന്തുണ അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റം കമലാ ഹാരിസ് വന്നപ്പോൾ ലഭിക്കുന്നില്ല എന്നത് ഏറ്റവും വലിയൊരു സത്യമാണ്. കമലാ ഹാരിസ് സംവാദങ്ങളിലും അതുപോലെ ട്രെൻഡ് നിരകളിലും മുന്നിട്ട് നിൽക്കുന്നു എന്നതും മറ്റൊരു വസ്തുത.